നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരാളും അൺകോൺഷ്യസ് ആയിട്ട് ബോധം മറ്റ് വീണാൽ ബ്രെയിനിൽ ഓക്സിജൻ്റെ സാന്നിധ്യമില്ലാതെ ജീവൻ നിലനിൽക്കുന്ന സമയം 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഉള്ളൂ. 4 മിനിറ്റിൻ്റെ ഉള്ളിലെ ജീവൻ ശേഷിക്കുള്ളൂ. ഈ 4 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടോ? എത്ര സ്പീഡിൽ പോയാലും 4 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ആകെ എന്തേ മാർഗമുള്ളൂ? കിട്ടിയ വണ്ടി ഏതായിരുന്നു നമുക്ക്? ഒന്നിരിക്കും ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കാറ്. നമ്മൾ വളച്ച് കൂട്ടിയിട്ട് ആ വണ്ടിയിലേക്കാണ് കയറ്റി കൊണ്ടുപോയി, വേറൊന്നും ചെയ്തു കൊടുത്തില്ല. അങ്ങനെ സ്പീഡിൽ കൊണ്ടുപോയതുകൊണ്ട് ഒരാളുടെയും ജീവൻ കിട്ടില്ല. നമ്മൾ കൊണ്ടുപോവേണ്ട രൂപമുണ്ട്, കൊണ്ടുപോവേണ്ട വാഹനമുണ്ട്. അതിൽ കൊണ്ടുപോവേണ്ട രൂപത്തിൽ കൊണ്ടുപോവേണ്ട വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോയാൽ മാത്രമേ ജീവൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല. തിരിച്ചു വരുമ്പോൾ കരഞ്ഞു പോരേണ്ടി വരും. അതിനാണ് ഈ ഫസ്റ്റ് എയ്ഡ്. ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരാൾ അപകടത്തിൽ പെട്ടാൽ അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. എന്തിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് ചോദിക്കുമ്പോൾ, ഈ അപകട കാരണം കൊണ്ട് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആളുടെ ജീവൻ നഷ്ടപ്പെടാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്താനാണ് ഫസ്റ്റ് എയ്ഡ്. ഈ അപകടത്തിൻ്റെ തോത് കൂടാതിരിക്കാനാണ് ഫസ്റ്റ് എയ്ഡ്. ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ഇപ്പോൾ എങ്ങനെ കൊണ്ടുപോകണം നിങ്ങളിപ്പോൾ ഊഹിക്കുന്നുണ്ടാവും. ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇവിടെ സഹോദരിമാരുണ്ട്, കുറച്ച് 3-4 ഓക്കെ, എങ്കിലും ഞാൻ പറയാം. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും നല്ല എന്താ? നമ്മൾ ഈ പഠിച്ച കാര്യം മക്കൾക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവരുത്.